വെറും 15 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ചീര കൃഷി ചെയ്ത് എടുക്കാമെന്നാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഗാർഡനിൽ കുറച്ച് ചീര നടാനുണ്ട്. അപ്പം ഞാൻ ചീരയ്ക്ക് വേണ്ടി കുറച്ച് സ്ഥലം കണ്ടെടുത്തേക്കുന്നത് ഈ ഡ്രാഗണിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഇങ്ങനെ ബോക്സിൽ കുറച്ച് സീഡൊക്കെ ഇട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ മുളച്ച് കിട്ടുമേ. ചെറിയ ഒരു നാമ്പ് വരുമ്പം ഇതിൻ്റെ മൂടി അങ്ങ് തുറന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെയിലും മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ 2 ഇല പരുവായിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ 4 ദിവസം വരെ നമുക്കിങ്ങനെ വെച്ചേക്കാം. അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറിച്ച് മാറ്റി നടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകും കേട്ടോ എളുപ്പം. വെള്ളം ഇങ്ങനെ വാർന്നു പോകാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഹോളൊന്നും നമ്മൾ ഇട്ടുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് നമ്മളിങ്ങനെ എടുത്ത് എളുപ്പം നമ്മൾ നട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കുറച്ച് ഞാൻ ഇവിടെ നട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത് ഇത്രയും കൂടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് കുറേ തൈകളൊക്കെ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് ഈ ഡ്രാഗണിൻ്റെ ചോട്ടിലൊക്കെ നട്ട് വെക്കുക കേട്ടോ. തീരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ച് മെനക്കേടാ കേട്ടോ ഇതിങ്ങനെ നട്ട് വെക്കാൻ. പക്ഷേ ഇത് കിളുക്കും കേട്ടോ, എളുപ്പം കിളുത്തിങ്ങി വരും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ചീര ആയതുകൊണ്ട്. ഇതിൻ്റെ വേരും ഇലയൊന്നും പോകാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നട്ട് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ നടുന്നത് രാവിലെ കേട്ടോ, ഏകദേശം ഒരു 8 മണി സമയത്തൊക്കെയാണ്. മോളെ വിടാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ബസ് കാത്ത് നിൽക്കുക കേട്ടോ നമ്മൾ വാതിക്കയിൽ. ആ സമയത്താട്ടോ ഞാനിത് നട്ടു കൊടുക്കുന്നത്. ഇനി ഇതും ഒരു മണിക്കൂറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ നട്ടു കൊടുത്താൽ കുറേയൊക്കെ നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അകത്തും കുറച്ച് സമയം പുറത്തുമൊക്കെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നമ്മളിങ്ങനെ നട്ട് വെക്കാറുള്ളത്. പിന്നെ ഇതിപ്പോൾ നട്ട് വെക്കുന്നത് നമ്മുടെ തടത്തിലാണെങ്കിൽ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് വെതറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രാഗൺ നടാൻ നേരത്ത്. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്, കല്ലൊന്നും ഇല്ല കേട്ടോ, കല്ലൊക്കെ മാറ്റിയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 ദിവസം ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ചീരയുടെ കുഞ്ഞു തൈകളാണ് അപ്പോൾ അത് നമ്മൾ നട്ട് കൊടുക്കുന്നത്. ഇതിപ്പം നടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ 4 ഇല പരുവാകുമ്പോൾ നമ്മൾ നട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ഇല ആയിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല, ഇതങ്ങ് എളുപ്പം പിടിച്ച് കിട്ടിക്കോളും. നമുക്ക് അത്ര റിസ്ക് ഒന്നുമില്ല. മറ്റേതുപോലെ വാട്ടലും ഒന്നും വരുത്തില്ല. നമ്മൾ ഇത്ര ചെറുതിലേ നട്ട് കൊടുക്കുമ്പോൾ വേര് എളുപ്പം പിടിക്കുകയും ചെയ്യും. എല്ലാം പെട്ടെന്ന് വലിച്ചെടുത്ത് നല്ല വലിപ്പം വെക്കുകയും ചെയ്യും കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അത് ഞാൻ ഇങ്ങനെയാണ് നട്ട് വെക്കാറുള്ളത്. പിന്നെ ബാക്കി ഫ്രീ ആയിട്ട് കുറച്ച് അരികൾ ഞാൻ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചക്കറികളുടെയൊക്കെ. അപ്പം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇല പരുവാകുമ്പോൾ നമ്മൾ പറിച്ച് മാറ്റി വെക്കാവുള്ളൂ. നമ്മുടെ വീടിൻ്റെ ചേർന്നുള്ളൊരു ഭാഗമാട്ടോ ഇത്. ഇവിടെ ഞാൻ കുറച്ച് മണ്ണും വളവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റി വെക്കുന്ന കുറച്ച് തൈകൾ വേറെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടും. തലേദിവസം രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു നട്ട് വെക്കാനായിട്ട്. പിന്നെ ഇതിൽ നിന്നിങ്ങനെ വേര് പൊട്ടിപ്പോവാതെ പൊട്ടിച്ചെടുക്കുക എന്നുള്ളൊരു പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ഈർക്കിലി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ച് ജസ്റ്റ് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ അധികം പ്രസ് ചെയ്യുന്നൊന്നുമില്ല, അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അത് എളുപ്പം അങ്ങ് പിടിച്ച് കിട്ടിക്കോളും. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് കിളുക്കാൻ നല്ല പാടായിരിക്കും. നട്ടു പകുതി ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വൈകിട്ട് ബാക്കിയും കൂടെ ഉള്ളതങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ ആട്ടോ നമ്മുടെ മഴയത്തതായി ചെടികളൊന്നും പോയിട്ടില്ല, എല്ലാം നട്ട് കൊടുത്ത് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇനി കിളുത്ത് നിൽപ്പുണ്ട്. ഇനി അടുത്തൊരു വളർച്ച എത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൽ എത്രത്തോളം പിടിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഇത്രയുള്ള നമ്മുടെ ചീരകൃഷിയുടെ വിശേഷങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. Please subscribe.